കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. പോലീസ് പരിശോധന നടത്തുകയാണ്. അരുൺ രാജ് വിവരങ്ങൾ ചേർന്നു. അരുൺ, ഇമെയിൽ എവിടെ നിന്നാണ് വന്നത് എന്നതിന്റെ പ്രാഥമികമായ സൂചനകൾ കിട്ടുന്നുണ്ടോ? ഹഷ്മി, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത്. ഇമെയിൽ മുഖാന്തരമാണ് ഈ 3 തവണയും ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ VPN പരിശോധിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഈ ബോംബ് ഭീഷണി എത്തിയത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയോ കൂടുതൽ അന്വേഷണമോ നടത്താൻ സാധിക്കുന്നില്ല. ഈ പരിധികൾ ഇതിലെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയാത്തതാണ് തുടർച്ചയായി പോലീസിനെ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി എത്തുന്നത് പോലീസ് അത്ര നിസ്സാരമായല്ല കാണുന്നത്. കാരണം നേരത്തെ ബോംബ് സ്ഫോടനമടക്കം നടന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതാപരമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. നമുക്ക് ഈ കാണുന്ന പോലെ ഓരോ കെട്ടിടവും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. കാരണം കൊല്ലം കളക്ടറേറ്റിനെ സംബന്ധിച്ച് ഇത്തരമൊരു ത്രെട്ട് ഉണ്ടാവുക വളരെ സീരിയസ് ആയി കാണണം എന്നുള്ളത് നേരത്തെ തന്നെ നിർദ്ദേശമായി സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അടക്കം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത്. എന്തായാലും ഈ തുടർച്ചയായി ഇത്തരം സന്ദേശങ്ങൾ എത്തുന്നത് വലിയ ആശങ്ക തന്നെ ഈ ഉദ്യോഗസ്ഥർക്കും കളക്ടറേറ്റിലെ ജീവനക്കാർക്കും അടക്കം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അരുൺ രാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ. തുടർച്ചയെത്താണ് ഈ ബോംബ് ഭീഷണി. ആരാണ് അതിന്റെ പിന്നിൽ? എന്താണ് അവരുടെ ഉദ്ദേശം? തമാശയാണോ, കളിക്കാണോ, അതോ അതിനപ്പുറം അതിന് സീരിയസ് മാനങ്ങളുണ്ടോ എന്ന് ഇനിയും വൈകാതെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയട്ടെ.